പ്രിയപ്പെട്ട വരയന്മാരെ വരയത്തികളെ എല്ലാവരും മൂന്നാമത്തെ ചലഞ്ചും കടന്നിരിക്കുന്നു. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ ഇടുന്ന വീഡിയോയിൽ നിങ്ങളുടെ പെയിൻറ്റിങ് വന്നില്ല എന്ന് കരുതി നിങ്ങൾ ദുഃഖിക്കേണ്ട. നമ്മൾക്ക് ഒരു ഓൺലൈൻ ഗാലറി ഉണ്ടാക്കണം. യൂട്യൂബിൽ നല്ല പെയിൻറ്റിങ്ങുകൾ സെലക്ട് ചെയ്ത് ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കും. അതുകൂടാതെ എല്ലാവരുടെയും പെയിൻറ്റിങ്ങുകൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന തരത്തിൽ ഒരു ചെറിയ ഗാലറി ഉണ്ടാക്കാൻ ഒരു പ്ലാനുണ്ട്. തീർച്ചയായും നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും താഴെ വലതുഭാഗത്ത് കാണുന്ന ഇമെയിലിലേക്ക് ഇമെയിൽ അയയ്ക്കുക. എല്ലാ പെയിൻറ്റിങ്സുകളും ഞാൻ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുന്നതാണ്. തീർച്ചയായും നിങ്ങൾ വർക്ക് ചെയ്യണം. ദിവസവും വരുന്ന ഈ ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങൾ തീർച്ചയായും കണ്ട് വർക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കമൻറ്റ് കൂടി ചേർക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ അങ്ങനെ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ഈ തുടങ്ങി വെച്ച കാര്യം ഒരു ചെറിയ കാര്യമല്ല. കാരണം നമ്മൾ ചിത്രം വരയ്ക്കും, പക്ഷേ അതിനടിയിൽ ഒരു പേരെഴുതാൻ മറന്നു പോലുണ്ട് പലപ്പോഴും. ഫോട്ടോ എടുത്താലും അത് കറക്റ്റായിട്ട് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാറില്ല. പലപ്പോഴും ചമ്മൽ കൊണ്ട് പലർക്കും അയച്ചു കൊടുക്കാറില്ല. എന്നാൽ അത്തരം പുതിയ സ്റ്റെപ്പുകൾ നിങ്ങൾ വെച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് പുറകോട്ട് പോകാനാവില്ല. എന്ത് ചെയ്താലും നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ചിത്രം വരയ്ക്കുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരെ കൂടി സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വരയ്ക്കണം. തെറ്റും ശരിയും വലുതും ചെറുതും ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സിമ്പിളാണെങ്കിൽ അങ്ങനെ ദിവസവും ഒന്ന് ചിത്രങ്ങളോട് സല്ലപിക്കുക. അത് മറ്റുള്ളവരെ കാണിക്കുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നല്ലതോ ചീത്തയോ ആയിക്കോട്ടെ, നമ്മൾക്ക് നമ്മളുടെ ചിത്രത്തോട് ഒരു ഇഷ്ടമുണ്ടായിരിക്കണം. എല്ലാം സൂക്ഷിച്ചു വയ്ക്കുക. ഒരു നാൾ ഇതെല്ലാം മറ്റുള്ളവർ കണ്ട് നിങ്ങളെ അംഗീകരിക്കും എന്ന് കരുതി തന്നെ കാത്തിരിക്കുക. എല്ലാ ആശംസകളും. നല്ല കലാകാരന്മാരാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.